സഹോദരങ്ങളെ, ഈ ദഅവ, അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ക്ഷണം, അത് വിജയത്തിൻ്റെ തുടക്കങ്ങളിൽപ്പെട്ടതാണ്. ആളുകൾ ചോദിക്കും, നിങ്ങൾ എത്ര കാലം ദഅവത്തെടുത്ത് എന്ന് മാറാനാണ് ആളുകൾ പലരും ചോദിക്കാറുള്ള ചോദ്യമാണ്. സഹോദര, ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യം രൂപീകരിക്കപ്പെടുന്നത് ദഅവത്ത് കൊണ്ട് മാത്രമാണ്. ഒരു തുള്ളി രക്തം ചിന്തിയിട്ടില്ല. ഏതാണ് രാജ്യം? മദീനയാണ്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നടന്ന ദഅവ, പ്രബോധനം, അതാണ് ആ രാജ്യം. ഇസ്ലാമിലെ ആദ്യത്തെ രാജ്യം. അതിന്റെ കാരണം ആ ദഅവത്താണ്. നിങ്ങൾ ഇഖ്ലാസുള്ളവരാവുക, അള്ളാഹുവിലേക്ക് ക്ഷമയോടുകൂടി ക്ഷണിച്ചുകൊണ്ടിരിക്കുക, ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹു വിജയം നൽകും. ചിലപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലായിരിക്കില്ല, നമ്മുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കളായിരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹം മരണപ്പെട്ടത് ജയിലിൽ കിടന്നുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ നോക്കൂ, ദുനിയാവ് മുഴുവൻ അത് പരന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ ഫലമായി രാജ്യങ്ങളിതാ, ഇസ്ലാമിക രാജ്യങ്ങളിതാ ഉള്ളെടുത്തിരിക്കുന്നു. അപ്പോൾ സഹോദര, ക്ഷമയോടുകൂടി ദഅവത്തിൽ ഉറച്ചു നിൽക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ഈ